ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ നാട്ടിൽ ആകെ ഈ 2 പേർക്കേ കൊടുത്തിട്ടുള്ളൂ എന്ന്. രണ്ട് പേർക്കേ കൊടുത്തുള്ളൂ. ഒരാൾ കൂടെ കൊടുക്കണമെന്നുണ്ട്, പക്ഷേ അത് മണ്ണുണ്ണി. അതിന് എന്താ എവിടെ ഞെക്കണേന്നൊന്നും അറിയില്ല. അത് വേണമെങ്കിൽ ആരുടെയും മൊബൈലിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേത് വേണമെങ്കിൽ കണ്ടുപിടിക്കും. അതുകൊണ്ട് അറിയാവുന്നുള്ള 2 പെണ്ണുങ്ങൾക്കേ കൊടുത്തിട്ടുള്ളൂ. അതായത് പെണ്ണുങ്ങളായിട്ടല്ല, ഒരു ചേച്ചി, എൻ്റെ വിധം പ്രായമുള്ളൊരു 2 പേരുണ്ട്. അവർക്ക് 2 പേർക്കേ കൊടുത്തിട്ടുള്ളൂ. എന്നെ മനസ്സിലാകും എന്നുള്ളവർക്കല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ ഇവിടെ വൈത്തരമൊക്കെ പറയൂല. അപ്പോൾ ഇന്നതിൽ ചേച്ചി പറഞ്ഞു, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കാണലുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്, അടിപൊളിയായി പോകുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ചേച്ചി എന്ന് പറഞ്ഞു, അടിപൊളിയായി പോകുന്നുണ്ട്. എന്നോട് ഹാപ്പി അല്ലേ ചേച്ചി? നമ്മൾ ഹാപ്പിയാണ് ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചി നമ്മളെ ഡാൻസ് നമ്മൾ കളിക്കാൻ മുമ്പുള്ള പരിചയമായിരുന്നു. ചേച്ചി സൂപ്പറായിട്ട് കളിക്കും കേട്ടോ. അപ്പോൾ നല്ല പ്രായത്തിൽ ചേച്ചി എന്തായിരിക്കും എന്ന് വിചാരിക്കാവുന്നേ ഉള്ളൂ. അവർ ചേച്ചിയും ചേച്ചീൻ്റെ നാത്തൂനും അതെ സൂപ്പറായിട്ട് കളിക്കും. പിന്നെ ഞാനൊക്കെ കൈകൊട്ടിക്കളിയൊക്കെ ഇന്നും എന്ത് തോന്നി, എല്ലാവരും വിളിച്ചപ്പോൾ ഇറങ്ങിയെന്നേ ഉള്ളൂ. ഇനിയും ഉണ്ടേൽ ഇറങ്ങുമായിരിക്കും. നമ്മൾ പിന്നെ കോമഡിയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഇവിടെ നിന്നെല്ലാം ഡാൻസിന് നമുക്ക് മാത്രമേ ഉള്ളൂ ഓർഡർ. ഇങ്ങനെ വിളി 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 തന്നെയാണ്. പിന്നെ ഞാനന്ന് പറഞ്ഞില്ലേ, സംഭവം ഇവരുടെയൊക്കെ വിചാരം നമ്മൾ ഡാൻസ് അടിപൊളിയായത് തന്നെയാണ്. കാരണം ചേച്ചിയും ചേച്ചീൻ്റെ നാത്തൂനൊക്കെ സൂപ്പറായിട്ട് കളിക്കും കേട്ടോ. പക്ഷേങ്കിൽ അങ്ങനെയല്ല, അവരുടെ എനിക്കൊണ്ട് പണ്ട് കാലത്ത് ഡാൻസ് പഠിച്ചിരുന്നെങ്കിലും ആയിരിക്കും, ഞാൻ ചോദിച്ചിട്ടില്ല. നമ്മൾ കുറച്ച് പേര് തെക്കോട്ട് കളിക്കും, കുറച്ച് പേര് വടക്കോട്ട് കളിക്കും. കോമഡിക്കാർ വിളിക്കുന്നേക്കാളും നമ്മളെ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിരിക്കാനെങ്കിലും വകയുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നമ്മളെ ഒരുപാട് സ്റ്റേജുകളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആർക്കും സമയമില്ലാത്തതുകൊണ്ട് നിർത്തിയതാണെന്ന് തോന്നുന്നു. ആർക്കും സമയമില്ല പിന്നെ പോകാനായിട്ട്. എനിക്കൊട്ടും സമയമില്ലല്ലോ. പിന്നെ ലേറ്റായി കഴിഞ്ഞാൽ, ഡാൻസിന് പ്രാക്ടീസിന് ലേറ്റായി കഴിഞ്ഞാൽ ഭരിക്കാനായിട്ട് 2 പേരുണ്ട്. ഒരാളാണെങ്കിൽ നമ്മളെ അങ്ങ് കൊല്ലാകൊല ചെയ്യും കേട്ടോ, തെറ്റിച്ച് കഴിഞ്ഞാലൊക്കെ. ഇപ്പോൾ ചേച്ചി കേൾക്കുന്നുണ്ടാവും. അതിൻ്റെ നാക്ക് കണ്ടാലുണ്ടല്ലോ, അത് തേച്ച് പിടിച്ച് ചുമരിൽ ഒറ്റ ചവിട്ട് കൊടുക്കാൻ. പിന്നെ ഞാൻ മുണ്ടാണ്ട് അങ്ങനെ ഇരിക്കും. ഒരു ദിവസം എന്നോട് ചോദിച്ചു, നിന്നെ ചീത്ത പറയുമ്പോൾ നിനക്കൊന്നും തോന്നില്ല? ഞാൻ പറഞ്ഞു, ഒന്നും തോന്നില്ല, പിടിച്ചാൽ കിണറ്റിനകത്ത് തള്ളാനാ തോന്നല്. ചെയ്യാത്തത് നിങ്ങളെ ഭാഗ്യം എന്തായാലും. എന്താ പറയുക.